ധാത്രി ആയുർവേദ ഹോസ്പിറ്റൽ സുഖിനോ ഭവന്തുവിലേക്ക് സ്വാഗതം. സുഖിനോ ഭവന്തു. ആരോഗ്യത്തോടെ ജീവിക്കുന്നതിനുള്ള ജ്ഞാനം എന്നാണ് ആയുർവേദം എന്ന വാക്കിൻ്റെ അർത്ഥം. അത് കേവലം രോഗം സൗഖ്യമാക്കാനുള്ള ഒരു ഉപാധി മാത്രമല്ല, മറിച്ച് വാതപിത്ത കഫാദികളുടെ സന്തുലിതാവസ്ഥയിൽ പൂർണ്ണ ആരോഗ്യവാനായിരിക്കുക എന്നതാണ്. സുഖിനോ ഭവന്തുവിൽ ഇനി വൈദ്യോപദേശം. ഒരാൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ആരോഗ്യകരമായ ഭാരത്തിനേക്കാൾ 20% ഭാരക്കൂടുതലുണ്ടെങ്കിൽ അയാൾക്ക് പൊണ്ണത്തടി ഉണ്ട് എന്ന് കണക്കാക്കാം. BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് ആണ് പൊണ്ണത്തടിയുടെ അളവുകോൽ. ബോഡി മാസ് ഇൻഡെക്സ് 25-ലധികമുണ്ടെങ്കിൽ അമിതവണ്ണമുണ്ടെന്നും മനസ്സിലാക്കാം. 30-ലധികമാണെങ്കിൽ പൊണ്ണത്തടി ഉണ്ട് എന്നും കണക്കാക്കാം. ലോകത്ത് ഏതാണ്ട് 2 ബില്യണിലധികം ആൾക്കാർ സ്ഥൗല്യരോഗികൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇന്ത്യയിലാണെങ്കിൽ കേരളം 2ാം സ്ഥാനത്താണ് പൊണ്ണത്തടിയുടെ കാര്യത്തിൽ. പൊണ്ണത്തടി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. പാരമ്പര്യം കൊണ്ട് പൊണ്ണത്തടി വരാം. ഉയർന്ന കലോറിയിൽ ഉയർന്ന അളവിൽ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അമിതവണ്ണമുണ്ടാവാം. വ്യായാമക്കുറവ് കൊണ്ടുവരാം. ഉറക്കമില്ലാത്തത് കൊണ്ട് പൊണ്ണത്തടി ഉണ്ടാവാം. ഹോർമോൺ തകരാറുകൾ കൊണ്ടുവരാം. വിഷാദ രോഗങ്ങൾ കൊണ്ടുവരാം. സ്ത്രീകൾക്ക് PCOD മുതലായ രോഗങ്ങൾ കൊണ്ടുവരാം. ഇതിനെല്ലാം പുറമെ ചിട്ടയായ ആഹാരം ഇല്ലാണ്ട്, ചിട്ടയായ ഭക്ഷണക്രമം ശീലിക്കാതെ അവസാനം വലിച്ചുവാരി കഴിക്കുന്ന ശീലമുള്ളവരിലും വളരെ പെട്ടെന്ന് പൊണ്ണത്തടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പൊണ്ണത്തടി സാധാരണ നിലയിൽ പലർക്കും പ്രശ്നമായിട്ട് തോന്നില്ലായിരിക്കാം. പക്ഷേ അത് പല മാരക രോഗങ്ങളിലേക്കും നയിക്കുവാൻ വളരെയധികം സാധ്യതയുള്ള ഒരു രോഗമാണ് പൊണ്ണത്തടി. പൊണ്ണത്തടി മൂലം പലർക്കും ഉയർന്ന കൊളസ്ട്രോൾ കൊണ്ട് വരുന്ന ഹോർമോൺ വ്യതിയാനം, പ്രമേഹം വരാനുള്ള സാധ്യതകൾ, രക്തസഞ്ചാരം തലച്ചോറിലേക്ക് കുറഞ്ഞിട്ട് പാരാലിസിസ് അല്ലെങ്കിൽ പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യത, ഹൃദയത്തിലേക്കുള്ള രക്തസഞ്ചാരം കുറഞ്ഞിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത, രക്തസമ്മർദ്ദം, അതുപോലെ വന്ധ്യത, ക്യാൻസർ വരെ വരാനുള്ള സാധ്യത പൊണ്ണത്തടി മൂലം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പൊണ്ണത്തടി ഇന്നത്തെ നിലയിൽ ഒരു സാമൂഹികമായ ഒരു വലിയ വിപത്താണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പൊണ്ണത്തടി ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ആഹാരം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിട്ടയായ ആഹാരം ശീലിക്കുക. ശരാശരി 2000 മുതൽ 2500 കലോറി വരത്തക്ക രീതിയിൽ അവരവരുടെ ദോഷപ്രകൃതി മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദിവസത്തെ ഭക്ഷണക്രമം നമ്മൾ ചിട്ടപ്പെടുത്തുക. സാവധാനം ദഹിക്കുന്നതും നാരുകൾ അടങ്ങിയതുമായ ഭക്ഷണങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ കൂടുതൽ ശീലിക്കുക. ഉയർന്ന കലോറിയുള്ളതും പെട്ടെന്ന് ഊർജം പകരുന്നതുമായിട്ടുള്ള ടിൻ ഫുഡ്, ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഉയർന്ന കൊഴുപ്പ് തുടങ്ങിയവ ഒഴിവാക്കുക. ഒരു ദിവസം ഏകദേശം 8 മുതൽ 12 ഗ്ലാസ് വെള്ളം കുടിക്കുക. വ്യായാമം ശീലിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഒരു ദിവസം ഏകദേശം 1 മണിക്കൂർ സമയം വ്യായാമത്തിനായി ചിലവഴിക്കുക. നടത്തം, സൈക്ലിങ്, നീന്തൽ തുടങ്ങിയ വ്യായാമ മുറകൾ നമുക്ക് ശീലിക്കാവുന്നതാണ്. പകലുറക്കം ഒഴിവാക്കുക. രാത്രിയിൽ ഉറക്കം കൃത്യമായി ഉറപ്പുവരുത്തുക. ആയുർവേദത്തിൽ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് പറയുന്നത്, അതിരാവിലെ എഴുന്നേൽക്കുന്നത് കൊണ്ട് നമ്മളുടെ ഒരു ശീലം, ചിട്ടയായ ശീലം, ദിനചര്യ നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ പറ്റും. അത് വളരെയധികം പ്രാധാന്യമാണ് സ്ഥൗല്യരോഗ ചികിത്സയിൽ. യോഗാസനങ്ങളും പ്രാണായാമങ്ങളും വളരെ നല്ലതാണ്. ദിവസം 1 മണിക്കൂർ യോഗാസനം ചെയ്യുന്നതും 10 മിനിറ്റ് നേരം പ്രാണായാമം ശീലിക്കുന്നതും വളരെയധികം നല്ലതാണ്. ആയുർവേദ ചികിത്സകൾ
അമിതവണ്ണം കുറയ്ക്കുവാൻ വളരെയധികം സഹായമാകാറുണ്ട്. ഉള്ളിൽ കഴിക്കാവുന്ന വരണാതി കഷായം, ത്രിഫല ചൂർണം, കോൾക്യൂർ പൗഡർ തുടങ്ങിയ ഔഷധങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. ക്രിയാക്രമങ്ങളായിട്ടുള്ള ഉദ്വർത്തനം, ഉത്സാദനം, കിഴി, ധാര, ദോഷപ്രകൃതി അനുസരിച്ചിട്ടുള്ള വിരേചനം, വസ്തി, വമനം തുടങ്ങിയ ചികിത്സാമുറകൾ വളരെയധികം ഫലപ്രദമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ജീവിതശൈലി ജന്യ രോഗമാണ്. അതുകൊണ്ട് തന്നെ ജീവിതശൈലിയിലുള്ള മാറ്റം, ആഹാരക്രമത്തിലുള്ള നമ്മുടെ പരിശീലനം, അതുപോലെ തന്നെ നമ്മളുടെ ഓവറോൾ നമ്മൾക്കുള്ള മാനസികാവസ്ഥ, ഇതൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ വിഷാദരോഗം പോലുള്ള രോഗങ്ങൾ അമിതവണ്ണത്തിനോടൊപ്പം ഉണ്ടായാൽ അത് ചികിത്സിച്ച് മാറ്റിയെടുക്കുവാൻ തന്നെ വളരെയധികം ബുദ്ധിമുട്ട് പലപ്പോഴും നേരിടാറുണ്ട്. സുഖിനോ ഭവന്തു. ധാത്രി ആയുർവേദ ഹോസ്പിറ്റൽ സുഖിനോ ഭവന്തുവിൽ ഇനി ചെറിയൊരിടവേള. സുഖിനോ ഭവന്തു. 5000-ലധികം വർഷം പഴക്കമുള്ള ചികിത്സാ രീതിയാണ് ആയുർവേദം. രോഗമുള്ള വ്യക്തിക്ക് രോഗശമനത്തിനും ആരോഗ്യമുള്ള വ്യക്തിക്ക് ആരോഗ്യ സംരക്ഷണത്തിനും ഇത് പ്രാധാന്യം നൽകുന്നു. ഇനി സ്വാസ്ഥ്യധാര. ശിരോധാര എന്ന ചികിത്സയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകമായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ധാരയെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കാം, ചെയ്യുന്ന സ്ഥാനിക ഭേദം അനുസരിച്ച്. അതായത് ശിരസിൽ നമ്മൾ ചെയ്യുന്ന ധാരയെ ശിരോധാര എന്ന് പറയുന്നു. സർവാംഗം ബോഡിയിൽ മൊത്തമായിട്ട് ചെയ്യുന്നതിന് സർവാംഗധാര, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ഒരു പെർട്ടിക്കുലർ ജോയിൻസിലോ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഭാഗത്ത് മാത്രം ചെയ്യുന്ന ധാരയെ നമ്മൾ സ്ഥാനിക ധാര എന്ന് പറയുന്നു, അല്ലെങ്കിൽ ലോക്കൽ ധാര എന്ന് പറയുന്നു. ശിരോധാര എന്ന് പറയുന്ന ധാര എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു നൂല് അല്ലെങ്കിൽ ഒരു സൂത്രം അല്ലെങ്കിൽ എന്നുള്ള അർത്ഥമാണ്. നമ്മുടെ ഈ ചികിത്സാ രീതി പ്രത്യേകമായിട്ട് നമ്മളെ കേരളീയ വൈദ്യന്മാർ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതും വളരെയധികം സിദ്ധി നൽകുന്നതാണ്. പ്രത്യേകിച്ച് നമുക്ക് ചെറിയ ശിരസിനുണ്ടാകുന്ന ഒരുവിധം എല്ലാ രോഗങ്ങൾക്കും നമുക്ക് ശിരോധാര ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ വാതികമായിട്ടുള്ള രോഗങ്ങൾ, ശിരോരോഗങ്ങൾക്ക് നമുക്ക് അതിന് വാദ്യത്തിൻ്റെ അഗ്ര ഔഷധമായിട്ടുള്ള തൈലം ഉപയോഗിച്ച് ധാര ചെയ്യാം. പിത്തത്തിലാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ക്ഷീരകഷായം പോലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇളനീർ ധാരയൊക്കെ നമുക്ക് പിത്തജമായിട്ടുള്ള ശിരോരോഗങ്ങൾ ചെയ്യാവുന്നതാണ്. മറ്റൊന്ന് കഫജമായിട്ടുള്ള രോഗങ്ങളിൽ നമ്മൾ തക്രധാര, അതായത് ബട്ടർ മിൽക്ക് ഉപയോഗിച്ചൊരു പ്രത്യേക രീതിയിൽ പ്രോസസ്സ് ചെയ്തെടുത്തിട്ട് ചെയ്യുന്ന ധാരയാണ്. അങ്ങനെ അവസ്ഥയ്ക്കനുസരിച്ച്, രോഗങ്ങൾക്കനുസരിച്ച് ചെറിയ അല്ലെങ്കിൽ മുടി കൊഴിച്ചിൽ, താരൻ പോലുള്ള അസുഖങ്ങൾ തുടങ്ങി ഉറക്കക്കുറവ് അല്ലെങ്കിൽ ഇൻസോംനിയ, സ്ട്രെസ്സ് തുടങ്ങി നമുക്ക് മനോരോഗങ്ങളായിട്ടുള്ള ഉന്മാദം, അപസ്മാരം തുടങ്ങിയ മനോരോഗങ്ങൾക്ക് വരെ ചെയ്യാവുന്ന ഒരു വിശിഷ്ട ചികിത്സയാണ് ശിരോധാര. അപ്പം ഇതിൻ്റെ ഈ ധാരയുടെ ഒരു പ്രത്യേകത നമ്മൾ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് 4 അങ്കുലം ഹൈറ്റിൽ, അതായത് ഇപ്പം ഈ കാണിക്കുന്ന പോലെ 4 അങ്കുലം ഹൈറ്റിൽ നിന്നാണ് ധാര വീഴേണ്ടത്. ശിരോധാരയുടെ ആണ് ഈ കണക്ക്. നമ്മൾ ബോഡിയിൽ അല്ലെങ്കിൽ സർവാംഗധാരയ്ക്ക് ചെയ്യുമ്പോൾ അത് 8 അങ്കുലം മുതൽ 12 അങ്കുലം ഹൈറ്റ്, കൂടുതൽ ഹൈറ്റിൽ നിന്നാണ് വീഴേണ്ടത്. ശിരോധാരയ്ക്ക് മാത്രം നമ്മൾ 4 അങ്കുലം ഹൈറ്റിൽ നിന്നാണ് ഇത് ചെയ്യേണ്ടത്, പോർ ചെയ്യേണ്ടത്. ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നത് തൈലധാരയാണ്. വാദ സംബന്ധമായിട്ടുള്ള ശിരോരോഗങ്ങൾക്കാണ് നമ്മൾ പ്രധാനമായിട്ടും തൈലധാര ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഓരോ രോഗത്തിനനുസരിച്ച് ഇപ്പം മനോരോഗങ്ങളോ അല്ലെങ്കിൽ ഉറക്കക്കുറവോ അങ്ങനെയുള്ള ഉഷ്ണം കൂടുതലുള്ള അല്ലെങ്കിൽ രോഗങ്ങളാണെങ്കിൽ നമുക്ക് ശീതവീര്യമുള്ള തൈലങ്ങളായിട്ടുള്ള ചന്ദനായ തൈലം, ക്ഷീരബല തൈലം തുടങ്ങിയ തൈലങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അതല്ല മൈഗ്രെയിന് അല്ലെങ്കിൽ തലവേദന പോലുള്ള കേസുകളിലൊക്കെ അനുയോജ്യമായിട്ടുള്ള വലാഹടാദി അങ്ങനെയുള്ള തൈലങ്ങൾ, അല്ലെങ്കിൽ നിർഗുണ്ഡ്യാദി തൈലം, മൂർദ്ധ തൈലം എന്നിവയുള്ള തൈലങ്ങൾ ഉപയോഗിച്ച് നമുക്ക് തൈലധാര ചെയ്യാവുന്നതാണ്. അതിലിപ്പം ഇനി നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധാര ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ധാരാദ്രവം കണ്ണിലേക്കോ താഴേക്കോ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ബാൻഡ് പോലെ, റിബൺ ബാൻഡ് പോലെ നമ്മൾ കോട്ടൺ വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കോട്ടൺ വെച്ചിട്ട് കണ്ണ് കവർ ചെയ്തിട്ടുണ്ട്. കാരണം ഒരിക്കലും തെറിക്കോ ഉണ്ടാവാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും
രോഗി ഇത് ചെയ്യുന്ന സമയത്ത് ഭയങ്കര റിലാക്സ്ഡ് ആവുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഒരിക്കലും രോഗി ഇത് ചെയ്യുമ്പോൾ ഉറങ്ങിപ്പോകരുത്. പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഇദ്ദേഹത്തെ നമ്മളിപ്പം അഭ്യംഗം ചെയ്ത് കിടത്തിയിരിക്കുകയാണ്. അപ്പം ജനറലി നമ്മൾ ചെയ്യുമ്പം ബോഡിയിൽ അഭ്യംഗം ചെയ്തതിന് ശേഷമാണ് ധാര ചെയ്യുന്നത് കൂടുതലായിട്ട്. അപ്പം നമുക്ക് ഇനി ധാര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഈ ധാര ചട്ടി അല്ലെങ്കിൽ ഇത് നമ്മൾ പഴയ കാലത്തെ കളിമണ്ണ് കൊണ്ടുള്ള ചട്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വെസൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഹൈറ്റിന് ആളുടെ ഇതിനനുസരിച്ച് 4 അംഗുലം സെറ്റ് ചെയ്ത് ഇരിക്കുകയാണ്, ഞാൻ നേരത്തെ കാണിച്ചു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ക്രിയാക്രമത്തിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് തൈലം നമുക്ക് ഈ ധാരാചട്ടിയിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മൾ തൈലം ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ്. ഒരു ഇളം ചൂടിലാണ് നമ്മൾ ചൂടാക്കിയതിന് ശേഷമാണ് തൈലം നമ്മൾ ഒഴിക്കാറ്. പ്രത്യേകിച്ച് തൈലം നമ്മൾ വാതികമായിട്ടുള്ള ശിരോരോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കാരണം ഇത് അല്പം സ്നിഗ്ധവും അതേപോലെ തന്നെ ചെറിയ ഒരു ഉഷ്ണവും ചൂടും ഇതിനകത്ത് വേണം. അപ്പം നമുക്ക് അറിയാം അതിലൂടെ നമുക്ക് ആ ധാര വീഴുന്നത് അല്ലെങ്കിൽ അത് ധാരയായിട്ട് വീഴുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ സ്റ്റേബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ പതുക്കെ ഓസിലേറ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഫോർഹെഡിലൂടെ ഓസിലേഷൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സ്പീഡിലോ അല്ലെങ്കിൽ വേഗത കൂടിയോ ഒരുപാട് സ്ലോയിലോ ചെയ്യരുത്. ഒരു മീഡിയം വേഗതയിലാണ് നമ്മളത് ചെയ്യേണ്ടത്. ഇപ്പം സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ, അപ്പം അല്ലെങ്കിൽ ആതിജവ്യാധി എന്ന് പറയുന്ന ഒരുപാട് രോഗങ്ങൾ, അല്ലെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന ആങ്സൈറ്റി, ന്യൂറോസിസ്, ഡിപ്രഷൻ പോലുള്ള രോഗങ്ങളിലെല്ലാം ഈ ചികിത്സ വളരെ ഫലപ്രദമാണ്. അതിൽ നമുക്ക് അനുയോജ്യമായ തൈലങ്ങൾ ഉപയോഗിച്ച് അത്തരം അവസ്ഥകളിൽ നമുക്ക് ഈ ചികിത്സ ചെയ്യാവുന്നതാണ്. പിന്നെ മാത്രമല്ല ഇത് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് വളരെ റിലാക്സ്ഡ് ആവും. റിലാക്സ്ഡ് ആവുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ പേഷ്യൻ്റ് ഉറങ്ങിപ്പോകാതെ നോക്കണം ചെയ്യുമ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ ധാര നമ്മൾ ചികിത്സ അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിത് ചെയ്യാം. ചില വൈദ്യന്മാർ അരമണിക്കൂർ സ്റ്റാർട്ട് ചെയ്ത് ക്രമേണ 5 മിനിറ്റ് വീതം വർദ്ധിപ്പിച്ച് അങ്ങനെ 35 മിനിറ്റ്, 40 മിനിറ്റ്, 45 മിനിറ്റ് അങ്ങനെ വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് സമയം കുറച്ച് കൊണ്ട് വരുന്ന ഒരു രീതിയും ഇതിനകത്തുണ്ട്. നോർമലി നമ്മൾ 7 ദിവസം മുതൽ 14 ദിവസം വരെയാണ് ശിരോധാര തൈലധാര ചെയ്യാറ്. അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചട്ടി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളിപ്പം ഹെഡിൽ കെട്ടിയിരിക്കുന്ന ബാൻഡ് നമ്മൾ അഴിക്കുന്നു. കണ്ണിൽ ഇതിലുള്ള കോട്ടൺ നമ്മൾ എടുത്ത് മാറ്റുകയാണ്. തൈലധാര കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശിരസ് നല്ലോണം തോർത്തി എണ്ണയെല്ലാം നീക്കിയതിന് ശേഷം മൂർധാവിൽ നമ്മൾ രാസ്നാദി പൊടി ഇട്ടിട്ട് തിരുമിയതിന് ശേഷം ക്രിയ അവസാനിപ്പിക്കുകയാണ്. സുഖിനോ ഭവന്തു. ആയുർവേദവും ഔഷധ ചെടികളും തമ്മിലുള്ള ബന്ധം അഭേദ്യമാണ്. ലോകത്തിൽ കാണുന്ന എല്ലാ ചെടികളും ഔഷധങ്ങളായി ഉപയോഗിക്കാമെന്നാണ് ആയുർവേദ സിദ്ധാന്തം. ഇനി ഗൃഹവൈദ്യം. എല്ലാ കാലത്തും കാണപ്പെടാത്തൊരു പഴമാണ് ഞാവൽപ്പഴം.
ഇതിന്റെ രുചി ചെറിയ കുട്ടികൾക്ക് പോലും ഇഷ്ടപ്പെടുന്നതാണ്. കടും നീല നിറത്തിലുള്ള പഴം സുഗന്ധമുള്ളതും സ്വാദിഷ്ടവുമാണ്. മീനം, മേടം എന്നീ മാസങ്ങളിലാണ് ഞാവൽ പൂക്കുന്നത്. ഞാവലിന്റെ കുരു മാത്രമല്ല ഔഷധത്തിന് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഇല, തൊലി എന്നിവയും ഔഷധോപയോഗിയാണ്. ഞാവൽ പഴത്തിനെ ചിലയിടങ്ങളിൽ ഞാറയ്ക്ക എന്നും പറയും. നിത്യഹരിത വൃക്ഷമാണ് ഞാവൽ. മിർട്ടേസി കുലത്തിൽപ്പെട്ട വലിയ ശിഖരങ്ങളോട് കൂടിയതും നല്ല വണ്ണമുള്ള തടിയോടു കൂടിയതുമായ ഒരു വൃക്ഷമാണ് ഞാവൽ. സംസ്കൃതത്തിൽ ഇതിനെ ജംബു എന്നും ഇംഗ്ലീഷിൽ ബ്ലാക്ക്ബെറി എന്നുമാണ് പറയുന്നത്. ഞാവൽപ്പഴം കഴിച്ചാൽ വയറിന് നല്ല സുഖം കിട്ടുകയും പ്രമേഹ രോഗത്തെ പ്രതിരോധിക്കാനും സാധിക്കും. ഞാവൽക്കുരുവിൽ അടങ്ങിയിരിക്കുന്ന ജംബുലിൻ എന്ന ഘടകത്തിന് ശരീരത്തിലെ ധാന്യനൂറ് പഞ്ചസാരയായി മാറുന്നതിനെ തടയുന്നതിനുള്ള ശക്തിയുണ്ടെന്ന് ആധുനിക ശാസ്ത്രജ്ഞർ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അതാണ് ഞാവൽക്കുരു പ്രമേഹ ആഹാരമാകുന്നത്. ഞാവൽപ്പഴത്തിൽ ധാരാളം ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വിളർച്ചയുള്ള രോഗികളിൽ ഞാവൽപ്പഴം അതീവ ഫലവത്താണ്. ഞാവൽപ്പഴം അധികം കഴിച്ച് ദഹനക്കേടുണ്ടായാൽ അല്പം ഉപ്പ് കഴിച്ചാൽ അത് മാറിക്കിട്ടുന്നതാണ്. ഞാവലിന്റെയും മാവിന്റെയും തളിരില പിഴിഞ്ഞ നീരും നെല്ലിക്കാ നീരും കൂടി ചേർത്ത് ആട്ടിൻപാലിൽ സ്വൽപ്പം തേനും കൂടി ചേർത്ത് കൊടുത്താൽ അർബുദത്തിന്റെയോ മൂലക്കുരുവിന്റേതോ ആയ രക്തസ്രാവത്തിന് ഗുണപ്രദമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഞാവലിന്റെ തളിരില പിഴിഞ്ഞ നീരിൽ ഏലം, കറുവപ്പട്ട തുടങ്ങിയ ഔഷധങ്ങൾ പൊടിച്ചു ചേർത്ത് ആട്ടിൻപാലിൽ കൊടുത്താൽ കുട്ടികൾക്കുണ്ടാകുന്ന വയറിളക്കത്തിന് ശമനം ലഭിക്കുന്നതാണ്. ഞാവൽക്കുരു പൊടിച്ച് അത്രയും തന്നെ കൽക്കണ്ടവും ചേർത്ത് 1 ടീസ്പൂൺ കണക്കിലെടുത്ത് ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ ചേർത്ത് കഴിച്ചാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന അസ്ഥിസ്രാവം മാറിക്കിട്ടുന്നതാണ്. ഇതിന്റെ കുരു ഉണക്കിപ്പൊടിച്ച് പ്രമേഹ രോഗികൾക്ക് ചൂടുവെള്ളത്തിൽ ചേർത്ത് രാവിലെ കഴിക്കാവുന്നതാണ്. ഇതുകൊണ്ട് രക്തത്തിലെ വർദ്ധിച്ച പഞ്ചസാരയുടെ തോത് കുറയുന്നതാണ്. ഞാവൽ മരത്തിന്റെ തൊലി കഷായം വെച്ച് കഴിക്കുകയാണെങ്കിൽ കുടലിലെ പ്രശ്നങ്ങൾക്കും അജീർണത്തിനും ശമനം കിട്ടുന്നതാണ്. പനിയുള്ളവർക്കും വളരെ നല്ലതാണ്. ഇതിന്റെ കഷായം വ്രണങ്ങൾ കഴുകുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. മഞ്ഞപ്പിത്തത്തിലും രക്തദൂഷ്യത്താൽ ഉണ്ടാകുന്ന ത്വക്ക് രോഗങ്ങളിലും ഫലപ്രദമായി കാണുന്നുണ്ട്. ഞാവൽപ്പഴം നാവിന്മേലുണ്ടാക്കുന്ന പുണ്ണിന് നല്ലതാണ്. ഞാവൽ മരത്തിന്റെ തൊലിയും കൊടുത്തൂവ വേരും സമമെടുത്ത് കഷായം വെച്ച് അതുകൊണ്ട് കവിളിൽ കൊണ്ടാൽ മോണയിൽ നിന്നുള്ള രക്തവാർച്ചയും വായ്പുണ്ണും ശമിക്കുന്നതാണ്.
ആധുനിക വൈദ്യശാസ്ത്രം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തിയ പല സത്യങ്ങളും ഭാരതീയ ഋഷികളിൽ ജ്ഞാനവാസകളുടെ ഭാഗമായി വന്ന അറിവുകളുമാണ് ആയുർവേദത്തിൻ്റെ നേരറിവുകൾ. ധർമാർത്ഥ സുഖസാധകമായ ദീർഘായുസ് ആഗ്രഹിക്കുന്നവർ ആയുർവേദത്തിൻ്റെ ഉപദേശങ്ങൾ ആദരിക്കണമെന്ന് അഷ്ടാംഗ ഹൃദയത്തിൽ പറയുന്നു. കൂടുതൽ ആയുർവേദ ചിന്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു.